നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്വീറ്റ് ഡിഷാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ട അവൽ ഉപയോഗിച്ചുള്ള അവൽ വിളയിച്ചതാണ് ഉണ്ടാക്കുന്നത്. നമ്മളെല്ലാവരും അവൽ വിളയിക്കുന്നതാണ്, പലരും പല രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ശർക്കരയും നെയ്യും തേങ്ങയും അവലുമൊക്കെ ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ വീഡിയോ കണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, നമുക്ക് അവൽ വിളയിച്ചെടുക്കാം. അതിനായിട്ട് 1/4 കിലോ അവലും 1/4 കിലോ ശർക്കരയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 കിലോ ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് പാനിയാക്കി എടുക്കണം. നല്ലവണ്ണം തിളച്ച് ശർക്കര മുഴുവൻ അലിഞ്ഞു ചേരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അവലൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു ഉരുളി വെച്ചിട്ട് അവൽ അതിലേക്കിട്ട് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ലവണ്ണം പേറ്റി നെല്ലൊക്കെ കളഞ്ഞ അവലാണിത്. അവലിനകത്ത് നെല്ലും കല്ലും ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ പേറ്റി ക്ലീനാക്കി എടുക്കണം. ഇതായിപ്പോൾ ഇതുപോലെ ഒരു ക്രിസ്പിയായി കിട്ടുന്നത് വരെ നമുക്ക് ഇളക്കി വറുത്തെടുക്കാം. ഇനി നമുക്ക് ഒരു ഉരുളി വെച്ചിട്ട് അവൽ വിളയിച്ചതിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വറുത്തെടുക്കാം. ആദ്യമായിട്ട് പൊട്ടുകടലയാണ് വറുത്തെടുക്കുന്നത്. ഇനി അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പൊട്ടുകടല, തേങ്ങാക്കൊത്ത്, എള്ള്, കാഷ്യൂ നട്ട് ഇത്രയുമാണ് ഇടുന്നത്. കാഷ്യൂ നട്ട് വറുത്ത് കോരാം. നമുക്ക് എള്ളിട്ട് കൊടുക്കാം. എള്ളിലൊക്കെ ഒത്തിരി കല്ലൊക്കെ കാണും. ഇതൊക്കെ വാങ്ങുമ്പോൾ തന്നെ കഴുകി അരിച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. കല്ലൊക്കെ മാറിക്കിട്ടാനാണ്. ഇനി ഇതും വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളി വെച്ചിട്ട് അതിലേക്ക് ഒരു തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അത് വറുത്ത് കോരാം. ഒരു വലിയ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങയുടെ വാട്ടർ കണ്ടൻ്റ് ഒക്കെ മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മുടെ അവൽ വിളയിച്ചത് ഒരുപാട് ദിവസം കേടാകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ തേങ്ങയുടെ വാട്ടർ കണ്ടൻ്റ് ഒക്കെ മാറി ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കരയിലൊക്കെ ഒരുപാട് കല്ലും മണ്ണും ഒക്കെ ഉണ്ടാകും. അതെല്ലാം പോകുന്നതിന് വേണ്ടി നമ്മൾ അരിച്ച് തന്നെ ഒഴിക്കണം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വിളയിച്ചെടുക്കാം. ശർക്കരയിലെ വാട്ടർ കണ്ടൻ്റ് എല്ലാം ഫുള്ള് വറ്റുന്നത് വരെ ഇതൊന്ന് വിളയിച്ചെടുക്കണം. ഇപ്പം നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അവൽ കൂടി ഇട്ട് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും ആദ്യം ചേർക്കേണ്ടതായിരുന്നു. അതായത് ശർക്കരപ്പാനിയും തേങ്ങയും കൂടി വിളയിച്ച് നെയ്യ് ഒഴിക്കുന്ന സമയത്ത് ചുക്ക് പൊടിയും ഏലക്കയും കൂടി ചേർക്കേണ്ടതായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ വിട്ടുപോയതാണ്.
അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അവൽ വിളയിച്ചത് റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, സോഫ്റ്റാണ്, പ്രായമായവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്